രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പൊട്ടിച്ച അണുബോംബ്, ആ അണുബോംബ് രാജ്യവ്യാപകമായ ചർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെ, ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം അത് പരിപൂർണമായും ക്രമക്കേടാണെന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ക്രമക്കേടെന്ന് പറയാൻ പറ്റില്ല. തന്ത്രമാണത് ശരിക്കും. പിന്നെ BJP സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ BJPയുടെ ബുദ്ധിയല്ല, RSSന്റെ ബുദ്ധിയാണത്. അത് കൃത്യമായിട്ട് PM ഓഫീസ് നേരിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്, RSSന്റെ സംഘടനാ ശേഷി ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ തൃശ്ശൂർ മണ്ഡലം ഫോർ എക്സാമ്പിൾ, തൃശ്ശൂർ മണ്ഡലത്തിൽ ഇന്നലെ VS സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്, കളക്ടർ കൃഷ്ണതേജയ്ക്ക് പരാതി കൊടുത്തിരുന്നു, പരാതി ഒന്നും ഉണ്ടായിട്ടില്ല, ക്രമക്കേടില്ല എന്നാണ് കൃഷ്ണതേജ പറയുന്നത്. മേളിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണല്ലോ, മേളിൽ നിന്നുള്ള പിന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പിന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ VS സുനിൽകുമാർ പരാജയപ്പെട്ട CPIയുടെ VS സുനിൽകുമാർ മുൻ മന്ത്രി ഇട്ടിട്ടുള്ളത് മാനിപ്പുലേറ്റഡ് വിക്ടറി എന്ന ഹാഷ്ടാഗോട് കൂടിയിട്ട് അത് കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നു വളരെ കൃത്യമായിട്ട്, പിന്നെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നമ്മുടെ മുൻ റവന്യൂ മന്ത്രി KP രാജേന്ദ്രനായിരുന്നു. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപി താമസിച്ചിരുന്ന തൃശ്ശൂർ നെട്ടിശ്ശേരിയിലെ വീട്ടിൽ 11 വോട്ടുകൾ അയർത്ത്, പിന്നെ ബാല്യക്കാരെയും പിന്നെ ഗാർഡനറെയും പിന്നെ കുക്കിനെയും സ്വീപ്പറേയും എല്ലാവരെയും ഡ്രൈവറെയും എല്ലാം വോട്ട് അവിടെ ചേർത്തു. 11 പേരുടെ വോട്ട് ചേർത്തു. ഈ 11 പേരും മറ്റു മണ്ഡലങ്ങളിലുണ്ടായിരുന്നില്ല, അവരുടെ വോട്ട് ഇവിടെയായിട്ട് ചേർത്തു. ഇത് വ്യാപകമായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഈ 11 പേരും അവിടെ സ്ഥിരതാമസക്കാരല്ല. അപ്പം ഇരട്ട വോട്ടെന്ന് പറയുന്ന ആരോപണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പലർക്കും. ഇരട്ട വോട്ട് ഉത്തരേന്ത്യയിലൊക്കെ അതും നടക്കും, 2 മണ്ഡലത്തിലും വോട്ടൊക്കെ ഉണ്ടാക്കാം. അതേസമയം കേരളത്തിൽ ഇപ്പോൾ അതിന് വലിയ സാധ്യത ഞാനങ്ങനെ കാണുന്നില്ല. ഇരട്ട വോട്ട് വളരെ അപൂർവമായിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. 65,000-ഓളം വരുന്ന പുതിയ വോട്ടുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ചേർത്തത്. അതെല്ലാം സ്ഥിരതാമസക്കാരല്ല. ഇങ്ങനെ വരുമ്പോൾ അതിനകത്തുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ സാധനം പുറത്തു വന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായിട്ട് കേരളത്തിൽ പോകാൻ പോകുന്നത് CPM ആയിരിക്കും. BJP പയറ്റുന്ന തന്ത്രം എന്താണെന്നുള്ളത് ഇവർ കൊപ്പിയടിക്കും. ഇപ്പം മട്ടന്നൂർ സീറ്റ് മൃഗീയമായ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. മട്ടന്നൂർ സീറ്റിൽ, മട്ടന്നൂരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ശക്തരായ സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തുകയാണ് വേണ്ടത്, ഏറ്റവും ശക്തരായിട്ടുള്ള. മട്ടന്നൂർ മണ്ഡലത്തിൽ വീട് കയറാനും പ്രവർത്തിക്കാനും ഒക്കെ ഒറ്റ വീട് കയറുന്നുള്ളൂ, ഒറ്റ റൗണ്ട്. അവിടെ വോട്ട് വന്നു വീണോളും. അവിടുത്തെ CPMന്റെ പ്രവർത്തകർ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് കൂത്തുപറമ്പ് മണ്ഡലത്തിനും ബാക്കിയുള്ള മണ്ഡലത്തിലും വിട്ട് അവിടുത്തെ പ്രവർത്തകർക്ക് ഇന്ന ലോക്കൽ കമ്മിറ്റിയിലുള്ളവർ ഇന്ന മറ്റേ മണ്ഡലത്തിൽ ഇന്ന പഞ്ചായത്തിൽ പോയി പ്രവർത്തിക്കാൻ. ഇവിടെ വോട്ട് ഒറ്റ പ്രാവശ്യം ചോദിച്ചാൽ മതി, ഒന്ന് കയറിയാൽ മതി, ഒരു സ്ഥാനാർത്ഥി പര്യടനം നടത്തിയാൽ മതി, അവിടെ ഈസി ആയിട്ട് ജയിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇതുവരെ പ്രവർത്തകരെയാണ് സ്പ്ലിറ്റ് ചെയ്ത് പല സ്ഥലത്തേക്ക് പ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയിരുന്നതെന്നുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ ചെയ്യുന്ന പോലെയാണ് അവർ ചെയ്തിട്ടില്ല. അവരുടെ മണ്ഡലത്തിൽ പ്രവർത്തനമൊന്നുമില്ല, അത് അപ്പുറത്ത് വിട്ടങ്ങ് ചെയ്യുക എന്നുള്ളത്. പാർട്ടി കോട്ടകളുടെ, പാർട്ടി ഗ്രാമങ്ങളിലുള്ള പ്രവർത്തകരെ. ഇത് മാറി മട്ടന്നൂരെ പിന്നെ ഇത്രയും ഭൂരിപക്ഷം വേണമെന്നില്ലല്ലോ. മട്ടന്നൂർ എന്തായാലും ജയിക്കും. കൂത്തുപറമ്പിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ് കൂത്തുപറമ്പിൽ. ഇപ്പോൾ LDFന്റെ കയ്യിലാണെങ്കിലും മോഹനാണ് അവിടെ ഉള്ളത്. ഇങ്ങനെയുള്ള മറ്റ് സാധ്യതയുള്ള മണ്ഡലം കണ്ണൂർ മണ്ഡലത്തിലൊക്കെ നല്ല മത്സരം നടക്കുന്ന മണ്ഡലമാണ്. കണ്ണൂർ മണ്ഡലത്തിൽ നെക്ക് ടു നെക്ക് പിന്നെ മത്സരം നടക്കുന്ന. അപ്പം മട്ടന്നൂരുള്ള ഒരു 10,000 വോട്ടർമാരെ, 2,000 പേരെ കൂത്തുപറമ്പിലോട്ട്, ഒരു 8,000 പേരെ ഇപ്പുറത്തോട്ടും കൊണ്ടുപോയിട്ട് വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? കാരണം റെൻ്റൽ അഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ മതി, വാടക കരാർ ഉണ്ടാക്കിയിട്ട് വോട്ട് അങ്ങോട്ട് മാറ്റാം. വോട്ട് മാറ്റി കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്നത് ഇത് നിലനിർത്തുകയും ചെയ്യാം, ബാക്കി മണ്ഡലങ്ങൾ പിടിക്കുകയും ചെയ്യാം. മുസ്ലിം ലീഗും ഇനിയിപ്പോൾ ഇത് പറ്റാൻ തുടങ്ങും. മുസ്ലിം ലീഗിന് മണ്ണാർക്കാട് മണ്ഡലം അവർക്ക് വലിയ മെജോറിറ്റി കിട്ടുന്ന മണ്ഡലമാണ്. അതേസമയം കുറഞ്ഞ വോട്ടുകൾക്കാണ് പെരുന്തമണ്ണ ജയിച്ചത്. മണ്ണാർക്കാടും പെരുന്തമണ്ണ എന്ന് പറഞ്ഞാൽ 2 ജില്ലയാണെങ്കിലും പാലക്കാടും മലപ്പുറം ആണെങ്കിലും അടുത്തടുത്ത് കിടക്കുന്നതാണ്. മണ്ണാർക്കാട് നിന്ന് ഒരു 5,000 വോട്ട് പെരുന്തമണ്ണയിലോട്ട് മാറ്റാം. അവിടെയൊക്കെ വാടകരാറുണ്ടാക്കും, ഒഴിഞ്ഞിടക്കുന്ന വീടുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വാടകരാറുണ്ടാക്കിയാൽ പോലെ വാടകരാറുണ്ടാക്കിയ കാര്യങ്ങളും എടുത്ത് എളുപ്പത്തിൽ പിന്നെ സംഭവം എളുപ്പം നടക്കും. ഇത് അത്യാവശ്യം സംഘടനാ മിഷണറിയുള്ള പാർട്ടികൾക്കൊക്കെ ഇത് ആലോചിക്കാം. വലിയ സംഘടനാ മിഷണറി ഒന്നും ഇല്ലെങ്കിൽ പോലും ഷിബു ബേബി ജോണിന് പറ്റാം. ഷിബു ബേബി ജോണിൽ പിന്നെ അവർ കേരള പിന്നെ സംസ്ഥാന പാർട്ടിയാണെങ്കിലും അവർ അഖിലേന്ത്യാ പാർട്ടിയായിരുന്നു, ബംഗാളിലും ഉണ്ടായിരുന്ന. പക്ഷേ ഇപ്പോൾ അത് ചവറ പാർട്ടിയാണ്, കൊല്ലം പാർട്ടിയാണ്. കൊല്ലത്ത് മണ്ഡലങ്ങളിലും അവർക്ക് സംഘടനയുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ കുണ്ടറയുണ്ട്, കൊല്ലത്തുണ്ട്, അവിടെ ഇവിടെയൊക്കെ കുറച്ച് പോക്കറ്റുകളുണ്ട് അവർക്ക്. അവിടെയുള്ള അവരുടെ പ്രവർത്തകരുടെ വോട്ടുകൾ എല്ലാം ചവറയിലേക്കും കേന്ദ്രീകരിപ്പിച്ച് ചേർത്താൽ മതി. ചവറയിൽ അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്താൻ പറ്റും. ഇത് സംഭവത്തിൽ BJPയുടെ ഈ സംഭവം പുറത്തു വന്നതോടുകൂടിയിട്ട് മെഷീനറിയുള്ള സംഘടനാ സംവിധാനമുള്ള പാർട്ടികൾക്കൊക്കെ ഇത് പുതിയ ഒരു വഴി കാണിച്ചു കൊടുക്കലായിട്ടാണ് എനിക്ക്